പെട്ടെന്നൊരു ജോലി ഇത്ര എളുപ്പം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ തികഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല ഹാപ്പിയായി. എന്നെ ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഫ്ലൈറ്റിലൊക്കെയാ പോയത്. വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. ട്രെയിൻ ആണെങ്കിലും ബാക്കി ബസ് ആണെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല തൽക്കാലം നേരം വെച്ച്. പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസ് നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് അറിയാം. അതിനു മുന്നേ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം കേട്ടോ. എൻ്റെ പേര് അൻഷിന മജീദ്. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. ഞാൻ ഡിഗ്രി വെറ്റിനറി സയൻസാണ് ചെയ്തത് പാലക്കാട് ഒരു കോളേജിൽ നിന്ന്. അതിനുശേഷം ഒരു 6 മാസം ബ്രേക്ക് എടുത്ത ശേഷമാണ് മെഡിക്കൽ കോഡിങ്ങിലോട്ട് വന്നത്. CPC എടുത്ത് 90% മാർക്കോടെ പാസ്സായിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് നിഹാന. ഞാൻ എടവണ്ണെന്ന് വരുന്നു. ഞാൻ BA ഹിസ്റ്ററിയാണ് ഡിഗ്രി ചെയ്തിട്ടുള്ളത്. MES മമ്പാട് കോളേജിൽ നിന്നാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 2023 ഞാൻ പാസ് ഔട്ട് ആയത്. അതിനുശേഷം ഞാൻ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഈ കോഴ്സ് ചെയ്തു. ഇതിൽ ഒരു 88% സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കിരൺ ജോസഫ്. ഞാൻ അരീക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞാണ്. അരീക്കോട് MES കോളേജിലായിരുന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് മെഡിക്കൽ കോഡിങ് കോഴ്സ് ചെയ്തത്. അപ്പം ഞാൻ CPC പാസ്സായി 83% മാർക്കിൽ പാസ്സായിട്ടുണ്ട്. ഓക്കെ, ഹൈദരാബാദിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് മാക്സിമം വേണ്ട അത്ര ഒരു പ്രിപ്പറേഷനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്, ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? ഇന്റർവ്യൂ പറഞ്ഞ പോലെ പെട്ടെന്നായിരുന്നു നടന്നത്. ഞങ്ങൾക്ക് മെയിൽ വന്നതും എല്ലാം ഒരു പെട്ടെന്നായിരുന്നു. ഒരു ആഫ്റ്റർനൂൺ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇന്റർവ്യൂവിന് എത്തണം എന്നായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞത്. കുറച്ച് റിസ്കി ആയിരുന്നു. ഞങ്ങൾ എന്താ പറയുക, ഫ്ലൈറ്റിലൊക്കെയാണ് പോയത്. വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. ട്രെയിൻ ആണെങ്കിലും ബാക്കി ബസ് ആണെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല തൽക്കാലം നേരം വെച്ച്. പിന്നെ ഇന്റർവ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ടെക്നിക്കൽ റൗണ്ട് ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ടെക്നിക്കൽ മെയിൻലി നമ്മുടെ അനാറ്റമി, ഡിസീസസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചോദിച്ചത്. പിന്നെ CPTയിലെ കുറച്ച് ഗൈഡ് ലൈൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ബാക്കി ഓവറോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട് നടന്നു. അതായിരുന്നു ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അത് സത്യം പറഞ്ഞാൽ കുറച്ച് ടഫായിരുന്നു. കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസും കുറച്ച് റീസണിങ് ടൈപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻസൊക്കെ. ഓവറോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊരു ഇന്റർവ്യൂ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന്റെ വിശേഷങ്ങൾ അൻസിന പങ്കുവച്ചു. അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു? നിഹാന ഒന്ന് പറയോ? നമ്മൾക്ക് ഇന്റർവ്യൂ അപ്പം തന്നെ നമ്മൾ പോകുന്ന അപ്പം തന്നെ ജസ്റ്റ് സെലക്റ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് തന്നെ ഉറപ്പിക്കാനുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും കൂടി റിസൾട്ട് ബാക്കിയുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം തന്നെ ഒരാഴ്ച, ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞോലെ. ഒരു 1 വീക്കിനുള്ളിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും പിന്നെ അതിനുശേഷം ഒരു വെരിഫിക്കേഷന് വീട്ടിലേക്ക് വന്നിരുന്നു ഒരാൾ. ഈ വെരിഫിക്കേഷന് ശേഷം പിന്നെ നമുക്ക് ഓഫർ ലെറ്റർ വന്നു. ഞങ്ങൾക്ക് മിന്നാന്നാണ് രാത്രിയായിട്ടാണ് ഓഫർ ലെറ്റർ വന്നതല്ലോ എല്ലാവർക്കും. അതിനെ അതിലിനി ഇസൈൻ ചെയ്ത് കണ്ട് അയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജോയിനിങ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് April 3 ഓക്കെ, ഇപ്പോൾ ജോയിനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് എന്തായിരുന്നു റിയാക്ഷൻ? എന്തായിരുന്നു? എല്ലാവരും ഇങ്ങനെ ചോദിച്ചു. ഇങ്ങനെ എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു ജോലിക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരോടും പറഞ്ഞു. അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഹൈദരാബാദ് പോവാണ്ട് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത്രയും ദൂരമായതുകൊണ്ടാണ്. ദൂരമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ പ്രിപ്പറേഷനിലാണ്. ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്കിങ്ങിലൊക്കെയാണ്. നിഹാന നമുക്ക് ജൂലൈ ബാച്ച് ആയിരുന്നു അല്ലേ? അപ്പോൾ കാർഡിയോ ആയിട്ട് ഇപ്പോൾ കാർഡിയോയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയോ? നിഹാനയുടെ എക്സ്പീരിയൻസ്. ഷുവർ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് ഒരു 2 മാസം ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഈ ഒരു കോഴ്സിനെ പറ്റി അറിഞ്ഞത്. അതിനെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മെഡിക്കൽ കോഡിങ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു എന്ത് ഈ കോഴ്സ് എടുത്താലോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു കാർഡിയ എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. വേറെ ഒന്നും നോക്കണ്ട, എല്ലാവരും പറഞ്ഞു വേറെ ഇതും ഇതിലേക്ക് നോക്കണ്ട, കാർഡിയ തന്നെയാണ് ബെസ്റ്റ്. പിന്നെ മഞ്ചേരി തന്നെ നമുക്ക് കുറച്ചും കൂടി എനിക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളപ്പം ഇങ്ങനെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഒരു 3 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഷിബില മിസ് ആയിരുന്നു ഞങ്ങൾക്ക് ട്യൂട്ടറായിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും സപ്പോർട്ടും കാര്യങ്ങളും
നമുക്ക് പക്ക സ്റ്റഡി മെറ്റീരിയൽസും നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മൾ സ്മൂത്തായിട്ട് ആ ഒരു 3 months പോയി. പിന്നെ എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഓളത്തിൽ അങ്ങോട്ട് പോയി. നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കാർഡിയൻ്റെ ഭാഗത്തുനിന്നായിട്ടുള്ളതാണെങ്കിലും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും പ്ലേസ്മെൻറ്റിലാണെങ്കിലും നമ്മളെ എക്സാമിൻ്റെ CPC എക്സാമിൻ്റെ ഇതിലായാലും എല്ലാം കാർഡിയൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. പെട്ടെന്നൊരു ജോലി ഇത്ര എളുപ്പം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 1 year തികഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ എനിക്കൊരു പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റുമെന്ന് പറയുന്നത് അത് കാർഡിയ തന്നിട്ടുള്ള ഒരു സപ്പോർട്ടോട് കൂടി മാത്രമാണ്. നിഹാന, താങ്ക് യു. അൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഏത് രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇപ്പോൾ ആസ് എ സ്റ്റുഡൻറ് ഇപ്പോൾ നിങ്ങൾ പാസ്സായിട്ടുണ്ടല്ലോ, അപ്പോൾ മറ്റുള്ള സ്റ്റുഡൻസിനോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് പറയോ? നമ്മൾ ഒന്ന് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എല്ലാ കാര്യത്തിലും. ഇതിപ്പോൾ ഇവിടെ കാർഡിയക്കാർ എല്ലാത്തിനും നമ്മളെ സപ്പോർട്ടാണ്. ഇവിടെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നമുക്ക് എക്സാമിന് ഫുൾ സപ്പോർട്ടാണ്. അവർ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് വരിക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മെയിൻലി പ്രാക്ടീസാണ്. തുടക്കത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ കേസാണെങ്കിൽ പോലും ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ സ്കോറ് ഫസ്റ്റ് മോഡ്യൂളൊക്കെ ചെയ്യുന്ന സമയത്ത്, മോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കുറവായിരുന്നു. ഒരു 100 ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിനുള്ളിൽ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നില്ല. ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തന്നെ ഞാൻ ഫസ്റ്റ് ഒരു 70 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതിൽ തന്നെ മാർക്ക് വളരെ കുറവായിരുന്നു കിട്ടിയത്. അപ്പം അതിന്ന് ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ ഒരു 2 to 3 weeks ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയും 100 ക്വസ്റ്റ്യൻസ് ആ ടൈമിനുള്ളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അതിലാണെങ്കിലും സ്കോറും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ വല്ലാണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ 70-75 ആ റേഞ്ചാണ് വന്നിരുന്നത്. പിന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ടൈം മാനേജ്മെൻ്റ് ആണെങ്കിലും ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാനും ബാക്കി ചെയ്യാനൊക്കെ ഉള്ളൊരു സ്പീഡും ആ ഒരു ടൈമും എല്ലാം കൂടെ മാനേജ് ചെയ്യാനും പഠിച്ചതും ഒക്കെ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്ത് വന്നാൽ തന്നെ നമുക്ക് ഒരുവിധം CPC എക്സാം നല്ല സ്കോർ ചെയ്തിട്ട് പാസ്സാവാൻ കഴിയും. വലിയ അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല. പിന്നെ ഗ്രൂപ്പ് വർക്കാണ് മെയിൻലി. ഗ്രൂപ്പിൽ ഓരോരോ കാര്യങ്ങളും ഓരോരോ ഗ്രൂപ്പായിട്ട് നമ്മൾ എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് കിരൺ ജോസഫിനോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അല്ലോ, ഇയാളിപ്പോൾ നോൺ ലൈഫാണ്. അപ്പോൾ ഈ നോൺ ലൈഫ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്, അതായത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന് വരുന്നതാണ്. അപ്പോൾ കിരണിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെയാണെന്നൊന്ന് പറയോ? ഞാൻ നോൺ ലൈഫ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് വന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇത് മെഡിക്കൽ ടേംസ് ഒക്കെ ആണല്ലോ, അപ്പോൾ അത് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചേർന്ന് കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം റെഡിയായി. പിന്നെ ഞാൻ ജൂൺ ബാച്ചായിരുന്നു. അപ്പോൾ അപർണ മിസ്സിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രാക്കിലെത്താൻ പറ്റി. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നോൺ ലൈഫ് സയൻസ് ആണെങ്കിലും ഇത് കോഴ്സ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രാക്കിൽ കയറും. അപ്പോൾ കുഴപ്പമില്ല. നോൺ ലൈഫ് ആണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇൻ്റർവ്യൂ ഓറിയൻറ്റഡ് സെഷനും അതേപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ സ്റ്റുഡൻസിന് തരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നതിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി, എന്താണ് നിങ്ങളുടെ ലൈഫിൽ അതിലുണ്ടായൊരു എക്സ്പീരിയൻസ് ഒന്ന് പറയോ? അൻസിന ഒന്ന് പറയോ? മോക്ക് ഇൻ്റർവ്യൂ സത്യം പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇവിടെ തന്നത്. നമുക്ക് പല ഇപ്പം എല്ലാ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ലോ ലെവലായിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്. നമ്മൾ ആ ഒരു കമ്പനിയിൽ പോയിട്ട് നമുക്കൊരു സെൽഫ് ഇൻട്രോ പറയാൻ മാത്രം ചിലപ്പോൾ നമ്മൾ അത്രയും പ്രാക്ടീസോ അതൊന്നും നമുക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി തന്നു. അവർ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ പറയണം, ഏത് രീതിയിൽ നമ്മൾ അവിടെ എന്താ പറയുക പെരുമാറേണ്ട മാനറിസം കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ട്രയൽ ഇൻ്റർവ്യൂന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും, അതായത് ഇപ്പം ചില അനാട്ടമി ബേസ്ഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചില ക്വസ്റ്റ്യൻസൊക്കെ അവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു ഇൻ്റർവ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു സെക്ഷൻ നന്നായിട്ട് നോക്കിപ്പോയത് കൊണ്ടാണ് നമുക്ക് ഒരുവിധം അത് നല്ലപോലെ പറയാൻ പറ്റിയത് നമുക്ക് പറയാം. അതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു. നിഹാന, നമ്മളിപ്പോൾ ലാംഗ്വേജിൻ്റെ കേസ് എല്ലാ കുട്ടികളും പറയുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ്, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് അത്ര ക്ലാസ് ആയാലും ഇംഗ്ലീഷിലായിരിക്കുമോ, അതുപോലെ നമ്മൾ ഇൻ്റർവ്യൂവിന് ഇംഗ്ലീഷിൻ്റെ എങ്ങനെയാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യണമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ലാംഗ്വേജ് എത്രത്തോളം ഓക്കെ ആയിരിക്കണം എന്നുള്ളൊരു ഡൗട്ട് വരുന്ന സ്റ്റുഡൻസിനോട് നിഹാനയ്ക്ക് എന്താണ് പറയാനുള്ളത്?
ലാംഗ്വേജ് ശരിക്കും നമുക്ക് ഈ പഠിക്കുന്ന ഈ മെഡിക്കൽ ടേംസിലും കാര്യങ്ങളൊക്കെ എന്തായാലും ഓൾറെഡി ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. അത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ അത് ഫോളോ ചെയ്ത് വരാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലാണ് നമുക്ക് ഈ ലാംഗ്വേജ് ഒരു തടസ്സമായിട്ട് വരിക. പക്ഷെ അതന്നെ ലാംഗ്വേജ് കാരണം ആർക്കും ഇതുവരെ ഇവിടെ നമുക്ക് ഇൻ്റർവ്യൂ ഫെയിൽ ആവുക അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു ട്രാക്കിലേക്ക് കയറുകയാണ്. ഇപ്പം എല്ലാവരും അപ്പുറത്തുള്ളവരൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് അങ്ങോട്ട് ആ ഒരു ലാംഗ്വേജ് ബേസിൽ സെറ്റ് ചെയ്ത് വെക്കും. അത് ഇത്ര ബേസിക് ഇല്ലാത്ത ആളാണെങ്കിലും കൂടിയും നമുക്ക് ജസ്റ്റ് ഉള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് ആ ഒരു നോളേജ് മാത്രം മതി. പിന്നെ ബേസിക്കായിട്ട് നമ്മളിവിടെ ട്രയൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് അറിയാൻ പറ്റും എത്രത്തോളമാണ് നമ്മുടെ ഒരു ഇംഗ്ലീഷിലുള്ള നോളേജ്, എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് നമുക്ക് ലാംഗ്വേജ് ഞങ്ങൾക്കാർക്കും ഒരു വിഷയമായിട്ട് വന്നിട്ടില്ല. സ്റ്റുഡൻസിന് വളരെയധികം ഡൗട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. താങ്ക് യു നിഹാന. അപ്പോൾ ഇനി വരുന്ന കുട്ടികളോട് നിങ്ങൾക്ക്, അതായത് ഇപ്പം ഇനി കാർഡിയയിൽ പഠിച്ച് പ്ലേസ്ഡ് ആവുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് മെഡിക്കൽ കോഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പം ചാപ്റ്റർ വൈസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് കാർഡ് ചെയ്ത് തരും. ഇനി പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണെങ്കിലും ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവർ ഔട്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടൈമിന് ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഇനി ബാക്കിയുള്ളത് നമ്മുടെ കാര്യങ്ങളാണ്. അതായത് കറക്റ്റായിട്ട് ഇൻ്റർവ്യൂ വരുമ്പോൾ അതിന് പോവുക, റിസ്ക് എടുത്ത് പോവുക. അതാണ് ഞങ്ങൾ അതിൻ്റെ ഉത്തരമാണ് ഞങ്ങളിപ്പം ഇവിടെ നിൽക്കുന്നത്. കാരണം റിസ്ക് എടുത്തില്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു ചാൻസ് കിട്ടില്ലായിരുന്നു. എത്തിപ്പെടാൻ കഴിയൂല എന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ്. ഷെഫീഖ് സാർ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്ന് ഇൻ്റർവ്യൂവിന് തലേന്ന് ആ ഒരു അവസാന ടൈമിൽ പോയത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് ഇത്ര വലിയൊരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടാനും തുണയായിട്ടുള്ളത്. അപ്പം പറയാനുള്ളത് എന്താ വെച്ചാൽ പ്ലേസ്മെൻറ്റ് വരുമ്പം എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ വരാണ്ടിരിക്കില്ല, കാരണം ഇൻ്റർവ്യൂ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നമ്മളതിന് ഇത് നമ്മുടെ കമ്പനി നമുക്ക് പറ്റിയ ചാൻസ് അല്ല അങ്ങനെ വിചാരിക്കരുത്. ഏതാണെങ്കിലും മാക്സിമം എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. എത്രയും പെട്ടെന്ന് പ്ലേസ്ഡ് ആവാൻ നോക്കുക. ഓക്കെ, വളരെ നല്ല രീതിയിലുള്ള ഒരു സജഷനാണ് നിഹാന നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുത്ത റിസ്കിൻ്റെ ഫലമായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം, അതായത് നല്ലൊരു കമ്പനിയിലാണ് ഇപ്പോൾ നിങ്ങൾ വർക്കിന് കയറുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ജോയിനിങ്ങുമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കരിയർ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നമ്മൾ കാർഡിയയുടെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.